സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുട്ടുമേലായിരുന്നോ, എഴുന്നേറ്റ് നിന്നോ, ഇരുന്നോ, നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. തമ്പുരാൻ തൻ്റെ കരുണയാൽ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന സമയമാണ്. നമുക്ക് ആഗ്രഹങ്ങളും നമുക്ക് ആശങ്കകളും ആകുലതകളെല്ലാം ഉണ്ട്. ഈ ആശങ്കകൾക്കും ആകുലതകൾക്കൊക്കെ മാനുഷികമായ ഒരു പരിഹാരം നമ്മൾ തേടിയാൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ ശാശ്വതമായ പരിഹാരം കർത്താവിന്റെ കാരുണ്യത്തിലാണ്. അത് നമ്മൾ വിശ്വസിക്കും. ദൈവത്തിന്റെ കരുണയിലാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം. ഈ അൾത്താരയിൽ ദിവ്യകാരുണ്യമായി ഈശോ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. ഈശോയോട് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ മുമ്പിൽ നിങ്ങളുടെ വേദനകൾ, സങ്കടങ്ങളെല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരു താൽക്കാലികമായ ഒരു പരിഹാരം ലഭിച്ചാൽ പോരല്ലോ. നമ്മൾ ആഗ്രഹിച്ചും നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ എന്താ? ഒരു ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കണം. ശാശ്വതമായ ഒരു പരിഹാരം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും തരാൻ കഴിവുള്ളവൻ ഒരുവനേ ഉള്ളൂ. അത് എന്ന് നിലനിൽക്കുന്നവനായ, ജീവിക്കുന്നവനായ കർത്താവ്. ആ കർത്താവിന്റെ മുമ്പിൽ മക്കളെ സ്നേഹത്തോടെ നിൽക്കുമ്പോൾ അവന്റെ കരുണ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയമാണ്. നിങ്ങളുടെ എല്ലാ ആശങ്കകളിലേക്കും ദൈവത്തിന്റെ കരുണ ഒഴുകട്ടെ. നിങ്ങൾ ഒഴുകപ്പെടാൻ നീ അനുവദിക്കുക. നിന്റെ രോഗാവസ്ഥകളിലേക്ക് തമ്പുരാനെ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് ആഴമായ ദാഹത്തോടും ആഗ്രഹത്തോടും കൂടി പ്രാർത്ഥിക്കുക. നിന്റെ വരുമാന മാർഗങ്ങളെ കുറിച്ചുള്ള നിന്നെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളെ തമ്പുരാനോട് കൊടുത്തിട്ട് പറ, ദൈവമേ നിന്റെ കരുണ ഈ വിഷയത്തിലേക്ക് നീ വർഷിക്കണമേ എന്ന് പറ. പക്ഷേ കുടുംബമായി ബന്ധപ്പെട്ട് ബന്ധങ്ങളിലും കുടുംബത്തിന്റെ ഐക്യത്തിനൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന അനുഭവത്തിലൂടെ ആയിരിക്കും നീ കടന്നു പോകുന്നത്. തമ്പുരാനോട് പറ, തമ്പുരാൻ എന്റെ കുടുംബത്തിന്റെ മേൽ നിന്റെ കരുണ വർഷിക്കണം. ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾക്ക് വേണം. ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങളുടെ കുടുംബ സമാധാനത്തിനുണ്ടാകണം. കുറച്ചു നാള് സമാധാനമുണ്ട്, കുറച്ച് ദിവസങ്ങൾ സ്വസ്ഥതയുണ്ട്, അത് കഴിഞ്ഞെല്ലാം വീണ്ടും പഴയപടി ആവുന്ന അവസ്ഥ. തമ്പുരാനെ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ, ഈ അവസ്ഥയിൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ, നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഒരിക്കലും തള്ളിക്കളയാത്ത ദൈവത്തിന്റെ നിത്യമായ കരുണ ഇതാ നിന്റെ കൺമുമ്പിൽ ദിവ്യ കാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. നിന്നിലേക്ക് ഒഴുകി ഇറങ്ങുന്ന സമയമാണ്. നീ എവിടെയാകട്ടെ, വല്ലാതെ ഒറ്റപ്പെട്ടും നീറിയും മനസ്സും അടുത്തും നിന്റെ സ്വകാര്യ സങ്കടങ്ങളുടെ നടുവിലിരുന്നാകാം നീ ആരാധനയിൽ പങ്കുചേരുന്നത്. ഒരുപക്ഷെ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഇരുന്നാകാം ഒരുപക്ഷെ നീ കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ ആരും കേൾക്കാനില്ലാത്ത, ആരും ചേർത്ത് പിടിക്കാനില്ലാത്ത ഒറ്റപ്പെടലിന്റെയും തിരസ്കരണത്തിന്റെയും കണ്ണുനീരിന്റെയും ഒക്കെ അനുഭവത്തിന്റെ നടുവിൽ നിന്നാകാം കർത്താവിന്റെ കരുണയെ കുറിച്ച് നീ ഇപ്പോൾ കേൾക്കുന്നത്. നീ തൊടുന്നതും നീ കൈവയ്ക്കുന്നതൊക്കെ നിരന്തരമായ തടസ്സങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും നഷ്ടങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന ഒരു ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാകാം ദൈവമേ എന്റെ മേൽ കരുണ കാണിക്കണമേ എന്ന് ഉള്ളുരുകി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കേ, ദൈവത്തിന്റെ നിത്യമായ കരുണ ഒഴുകിയിറങ്ങുന്ന സമയമായതുകൊണ്ട്
നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരം തരാൻ കർത്താവിന് പറ്റും. കാരണം നമ്മുടെ ദൈവം ഒരിക്കലും തന്റെ കാരുണ്യം കൈവെടിയുന്നില്ല. തമ്പുരാൻ ഒരിക്കലും നമ്മളോട് കരുണ കാണിക്കാതിരിക്കില്ല. അതാണല്ലോ പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നത്, കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. കർത്താവ് ഒരിക്കലും കാരുണ്യം കൈവെടിയുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? അതുകൊണ്ട് നമുക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ്. ഇപ്പൊ കടന്നു പോകുന്ന വിഷയങ്ങളുടെ മീതെ ഒരു ശാശ്വത പരിഹാരം നമുക്ക് വേണം. ഒരു ജോലിയില്ലേ, ഒരു ജോലി ലഭിക്കണം, അത് നിലനിൽക്കുന്ന ജോലി ലഭിക്കണം. അപ്പോഴേ ആ പ്രശ്നത്തിന് പരിഹാരമാകുന്നുള്ളൂ. ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് ഒരു ജോലി കിട്ടിയാലും താൽക്കാലികമായ പരിഹാരമല്ലേ ആകുന്നുള്ളൂ. അല്ലെങ്കിൽ കടബാധ്യതയുണ്ട്, ആരെങ്കിലും താൽക്കാലികമായി നമ്മളെ സഹായിച്ചു, അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലല്ലോ. വീണ്ടും ഏതാനും മാസങ്ങളും ദിവസങ്ങളും കഴിയുമ്പോ വീണ്ടും പഴയ സാഹചര്യത്തിന്റെ നടുവിലൂടെ നമ്മൾ കടന്നു പോകേണ്ടേ? അതുകൊണ്ട് മോനെ മോളെ, നിന്റെ ശാശ്വതമായ പരിഹാരം ദൈവത്തിന്റെ കാരുണ്യത്തിലാണെന്ന് വിശ്വസിക്ക്. ജീവിതത്തിന്റെ പല ദുരനുഭവങ്ങളിലും തകർന്നും തളർന്നും പാപത്തിലേക്കൊക്കെ പോയ അനുഭവങ്ങൾ ഉണ്ടാകാം. പലവട്ടം കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെടുകയും അനുദപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. മോളെ മോനെ, വിശ്വസിച്ച് ഏറ്റുപറ, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്ക്. നിരന്തരമായ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്നവൻ അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവൻ വീണാലും ആ വീഴ്ച മാരകമായിരിക്കില്ല. അവനെ കർത്താവ് കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കും. അശാശ്വതമായ കരുണയാണ് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ കാൽവരിയിൽ വെളിപ്പെടുത്തിയത്, പൂർത്തിയാക്കിയത് ശാശ്വത പരിഹാരമാണ്. രോഗത്തിന്റെ മേലുള്ള ശാശ്വത പരിഹാരം, തകർച്ചകളുടെ മേലുള്ള ശാശ്വത പരിഹാരം, പിശാചിന്റെ മേലുള്ള ശാശ്വത പരിഹാരം, തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നുള്ള ശാശ്വത പരിഹാരം, ആത്മനാശത്തിന്റെ വഴികളിൽ നിന്നുള്ള ശാശ്വതമായ പരിഹാരം, പാപത്തിന്റെ ബന്ധനത്തിലും അടിമത്തത്തിലും കഴിഞ്ഞിരുന്ന അവസ്ഥകളിൽ നിന്നുള്ള ശാശ്വതമായ പരിഹാരമാണ് യേശു കാൽവരിയിൽ പൂർത്തിയാക്കിയത്. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരം ദൈവത്തിൽ മാത്രമാണ്. അത് വിശ്വസിക്കും. കൊണ്ടാണല്ലോ കർത്താവിന്റെ കാരുണ്യം അവൻ ഒരിക്കലും വെടിയുന്നില്ല എന്ന് പറഞ്ഞത്. കർത്താവ് ഒരിക്കലും തന്റെ കാരുണ്യം വെടിയുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ അവിടുന്ന് ഇടവരുത്തുകയോ ഇല്ല. അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുന്ന അസ്വസ്ഥതകൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിൽ നിന്ന് ഒരിക്കലും കളയരുത്. താൽക്കാലികമായ പരിഹാരം ലോകത്തിന് തരാൻ പറ്റും, പക്ഷേ ശാശ്വതമായ പരിഹാരം ദൈവത്തിന്റെ കാരുണ്യത്തിന് മാത്രമേ തരാൻ പറ്റൂ. ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് മാനുഷിക സംവിധാനങ്ങളിലും മാനുഷികമായ പരിഹാരങ്ങളിലും ഒക്കെ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത്. ഏത് പ്രശ്നത്തെ പ്രതിയാണ് ഇപ്പോൾ ആകുലപ്പെടുന്നത്, അതിനൊരു ശാശ്വത പരിഹാരം കർത്താവിലേ ഉള്ളൂ. ഏത് വിഷയമാണോ നിന്നെ അമിതമായി സങ്കടപ്പെടുത്തുന്നത്, ഭാരപ്പെടുത്തുന്നത്, ആ വിഷയത്തിലുള്ള ശാശ്വത പരിഹാരം തമ്പുരാന്റെ കയ്യിലുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ, സാമ്പത്തിക മേഖലകളിൽ, ജോലി, വരുമാന മാർഗങ്ങളിൽ, പഠന മേഖലകളിൽ, വിശുദ്ധ ജീവിതത്തിന്റെ വിഷയങ്ങളിൽ, ദാമ്പത്യ ബന്ധങ്ങളിൽ, കുടുംബത്തിന്റെ അസമാധാനത്തിന്റെ വിഷയങ്ങളിലൊക്കെ ശാശ്വത പരിഹാരം തരാൻ ദൈവത്തിനെ പറ്റൂ. ഒരു മനുഷ്യർക്കും പറ്റില്ല. ആ ദൈവത്തിൽ പൂർണ്ണമായ ജീവിതത്തെ കൊടുത്തുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏതാനും നിമിഷം കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കുള്ള നിത്യമായ പരിഹാരം നിന്റെ കരങ്ങളിലാണല്ലോ. അതുകൊണ്ട് കർത്താവേ, നിന്റെ സ്നേഹത്തിലേക്കും കരുണയിലേക്കും കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഇതാ ലോകമെമ്പാടും വരുന്ന അനേകായിരങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റാതെ വല്ലാതെ സാമ്പത്തിക തകർച്ചയിലായിരിക്കുന്നവരുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളുള്ളവരുണ്ട്. മാനസിക സംഘർഷങ്ങളിലും പിരിമുറുക്കങ്ങളിലായിരിക്കുന്നവരുണ്ട്. ദൈവമേ, നിന്റെ കരുണ വർഷിക്കണമേ. നിന്റെ നിലനിൽക്കുന്ന ശാശ്വതമായ കാരുണ്യം ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. നന്മകളും കരങ്ങൾ കൂപ്പി എനിക്കേകിടും ദയാനിധി, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ, എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമ്മുടെ വേദനകളെ, സങ്കടങ്ങളെ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിന്റെ ദുഃഖങ്ങളെ എല്ലാം തമ്പുരാന്റെ മുമ്പിൽ അവന്റെ കാരുണ്യത്തിൽ സമർപ്പിക്കാം. നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്രമാത്രം ഭാരപ്പെടുന്നുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ സഹോദരങ്ങള് ലോകമെമ്പാടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറാതെ ലോകം മുഴുവന്റെ മേലും ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെടാൻ, സ്നേഹം ചൊരിയപ്പെടാൻ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെ പ്രത്യേകം ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ആവശ്യമുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. അവരെ പ്രത്യേകം സമർപ്പിക്കാം. ഉപ്പുകരങ്ങളോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മളെ ലോകം മുഴുവനെയും തമ്പുരാനെ കരുണയോടെ കാണണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുറന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ